നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയ്ക്ക് നേരെ പ്രതിഷേധിച്ചതിന് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ പ്രതികൾക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ആരാഞ്ഞപ്പോഴായിരുന്നു രമേശ് ചെന്നിത്തല നിർണായകമായ പ്രതികരണം നടത്തിയത്. അതായത് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെടില്ല, മറിച്ച് റിപ്പോർട്ട് കിട്ടുമ്പോൾ മാത്രം ആ റിപ്പോർട്ട് എന്താണ് എന്നത് നിങ്ങളെ അറിയിക്കും, മറിച്ച് അന്വേഷണത്തിൽ താൻ യാതൊരു രീതിയിലും ഇടപെടില്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല അപ്പീൽ പോകുന്ന കാര്യത്തിലുള്ള തീരുമാനമൊന്നും ആയിട്ടില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്ന് പോലീസ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിർണായകമായ പ്രതികരണം നടത്തിയത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അത് വരട്ടെ, അതിപ്പോ എനിക്ക് അന്വേഷണത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ. അത് പോലീസ് അന്വേഷിച്ചിട്ട് അവർ റിപ്പോർട്ട് നൽകുമ്പോഴല്ലേ നമ്മളൊക്കെ അറിയാൻ കഴിയുന്നത്. അതറിയില്ല. അത് ഒരു SIT രൂപീകരിച്ചാൽ അവരെന്തെല്ലാം ചെയ്യുന്നതെന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഐ ഷുഡ് നോട്ട് ഇന്റർഫിയർ ഇൻ ടു ദെയർ ഫ്രീഡം. ഒരിക്കലും പാടില്ലാത്തതാണ്. ഒരു ആഭ്യന്തരമന്ത്രി ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാം. സ്വതന്ത്രമായി അന്വേഷിച്ച് റിപ്പോർട്ട് തരുമ്പോൾ ആ റിപ്പോർട്ടിൽ നിങ്ങളെ അറിയും. റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചിരുന്നു. അന്നത്തെ ജയിൽ DGP സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞതിന്റെ കാര്യം റിപ്പോർട്ടായിട്ട് അതല്ല, വാക്കാൽ പറഞ്ഞത് കോടതി ഇടപെട്ടാണ് പരോൾ കൊടുത്തത്. അപ്പൊ കോടതിയിൽ ഇനി വക്കീൽ മൗനം പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും കോടതി ഇടപെട്ടതാണ്, അല്ലാണ്ട് DGP കൊടുത്തല്ല എന്നാണ്, അല്ലെങ്കിൽ പോലീസ് ജയിൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. കേസ് അവസാനിപ്പിക്കാൻ പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയും ഇന്ന് കൂടെ തള്ളിയിട്ടുണ്ട്. അതായത് EPക്കെതിരെ കേസ് അന്വേഷിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തടവുമായി ബന്ധപ്പെട്ട കേസിലാണ്. അന്വേഷിക്കട്ടെ, കോടതി പറഞ്ഞ അന്വേഷിക്കണ്ടേ. കോടതി, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലാണ്, സ്കൂട്ടണിയിലാണ്. അതുകൊണ്ട് പോലീസ് ഈസ് കെയർഫുൾ. എല്ലാ കാലഘട്ടത്തിലും പോലീസ് കെയർഫുൾ ആകുന്നതിന്റെ കാര്യം എന്താ? പോലീസ് എടുക്കുന്ന എല്ലാ നടപടിയും കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയമാണ്. IPC അല്ല, BNS അനുസരിച്ചാണ് അല്ലേ? അതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അത് കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയവുമാണ്. അതുകൊണ്ട് പോലീസിന് ഇഷ്ടംപോലെ ചെയ്യാൻ കഴിയത്തൊന്നുമില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അത് കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയവുമാണ്. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഒരിക്കലും പോലീസ് അന്വേഷണത്തിൽ ഇടപെടരുത് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അന്വേഷിക്കാൻ ഇടപെടാൻ പാടില്ല. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ എന്റെ നിലപാട് അതാണ്. പോലീസിന് അതിന്റെ ഫ്രീഡം കൊടുക്കണം. അവർ നിയമപരമായി ചെയ്യുന്നില്ല എങ്കിൽ ഇടപെടാം. നിങ്ങൾ നിയമത്തിൽ വിട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയാം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു കേസിലെ അന്വേഷണത്തെ ഒരു കാരണവശാലും അന്വേഷണത്തിൽ ഇടപെടാൻ പാടുള്ളതല്ല. അതൊക്കെ SIT തീരുമാനിക്കേണ്ട കാര്യമാണ്. പോണോ വേണ്ടയോ, ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമാണോ, നിയമോപദേശം തേടണോ, അതൊക്കെ അവർ തീരുമാനിക്കണം. ഏതാ അല്ല, അവിടെ ചെയ്യും. The narcotic hunt is a mission for the narcotic hunt is കുഴപ്പമില്ല, ഇവിടെ വെച്ചാൽ മതി. I speak in English or Hindi. What do you want? English, sir, English. The narcotic hunt is a mission for the narcotic hunt is a mission for the Kerala government in order to eradicate drugs menace from the state of Kerala. And there should be a coordinated effort from all the agencies to nab the culprits and to stop the selling and use of prohibited tobacco products as well as the drugs. And Operation Tufan is a success, and we could able to nab more than 3,000 people, and they are brought before the law. Law will take its own course. More than 10 crores worth
products were seized by the Kerala police. And the Kerala police is successfully operating this Operation Tufan, and the people are happy about this. All the representatives of the central agencies congratulated the Kerala police for their brave initiative to eradicate drug menace from the state of Kerala. So we will continue with this program. This program was inaugurated by the Chief Minister C.V.D. Sadishan and all the other ministers of excise, health, and education. They were all cooperating with this. The 26th, the World Anti-Drugs Day, we are going to make programs in every constituencies of Kerala. So this is a mission for the future. This is the mission for helping the future generation. I request all the people for total support and help for this program. So which were the agencies that were there in today's meeting, and did you all discuss on the source, on finding the source of Today all the important agencies regarding the narcotic, to prohibit the narcotic activities were present. IB, Customs, then DRA, NCB, Excise, and RPF, CISF, all agencies were present here. Because in Kerala there are 4 major international airports. So we must be careful about that. And coastal police, marine police, all these agencies were present in this meeting. So we are going to chalk out a program by the help of all these agencies, so that a stringent action will be taken against these drug peddlers and the people who are involved in it. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസിൽ 5 പ്രതികൾക്കും സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന എസ് അനിൽകുമാർ, സുരക്ഷാ സംഘത്തിലെ അംഗങ്ങളായ എസ് സന്ദീപ്, വി കെ ഷൈജു, ആർ അരുൺ, വി വിപിൻ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഈ ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി നടപടി തിരിച്ചടിയായി കാണുന്നില്ല എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അന്ന് പ്രതികരിച്ചത്. പരിശോധിച്ച ശേഷം അപ്പീൽ പോകണമെങ്കിൽ പോകും. അഡ്വക്കേറ്റ് ജനറൽ DGPയുമായും ആലോചിച്ച് തീരുമാനമെടുക്കും. സമാനതകളില്ലാത്ത അക്രമമാണ് നടന്നതെന്നും അന്വേഷിക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചതെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം കോടതി പ്രതികളായ 5 പേർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എന്തായാലും UDFന്റെ തീരുമാനം നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ എന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. ഇപ്രകാരമാണ് ഈ ആക്രമണത്തിനിരയായ ആലപ്പുഴ MLA AD തോമസ് പ്രതികരിച്ചത്. ഇത് നിരാശാജനകമായ വിധിയാണ്, നീതി കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടന്നതെന്നും അതിനു മുമ്പ് നടന്ന അന്വേഷണത്തിൽ വലിയ കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടുമോ എന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട്. മുൻപ് നടന്ന അന്വേഷണത്തിൽ തെളിവുകൾ അട്ടിമറിക്കപ്പെട്ടതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ കൃത്രിമങ്ങളും ഞങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എത്ര യാതനകൾ സഹിക്കേണ്ടി വന്നാലും നീതി കിട്ടുന്നതുവരെ അവസാന നിമിഷം വരെ പോരാടുമെന്നായിരുന്നു AD തോമസ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.